നല്ല ചോദ്യം. അടുത്ത ചോദ്യം. ഇന്നലത്തെ കോടതി ഉത്തരവിലൂടെ നടിക്ക് നീതി കിട്ടിയില്ലായിരുന്നു. കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം. എന്നോടാണ് കളി. സാറേ, ഈ ദിലീപിനെ കുറിച്ച് കോടതിയിൽ സാധിക്കുന്ന ആൾ കുറ്റവാളിയല്ലെന്നല്ലേ? അതല്ല ഉദ്ദേശം. ദിലീപ് പറഞ്ഞൊരു കാര്യം, മഞ്ജു വാര്യർ പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനുണ്ട്. അല്ല കടിയില്ലെന്ന് പറഞ്ഞിട്ട് നന്നേ മാന്തണ്ടല്ലോ സാറേ, ഈ മഞ്ജു വാര്യരുടെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഒരു ഗൂഢാലോചന തനിക്കെതിരെ നടന്നതെന്നാണ് ദിലീപ് പറയുന്നത്. ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോ ജനിച്ചു കളിക്കുന്നത്. ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും പറയുന്നില്ലേ? നിങ്ങളത് കേട്ടില്ലേ? ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകൾ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഞാൻ ഇതിന്റെ മുഴുവൻ ഇടകേരി പരിശോധിച്ച ഒരാളല്ല. നിങ്ങളെക്കാൾ കുറച്ചുകൂടെ താഴെ ഇതിനെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത്? നിങ്ങളാണോ? മാധ്യമങ്ങൾ സംശയത്തിന് നേരില്ലല്ലേ ഈ കാര്യത്തില്? എന്തുകൊണ്ടല്ല? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ ഒരു അജണ്ട ഇല്ലെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ്, നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നു? മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട്. നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട്, അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും. വെള്ളം കുടിക്കേ. ഇല്ലേ? ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഇതിലൊരു വലിയ നിരാശയുണ്ട്. അല്ല, നിങ്ങള് ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വലിയ നിരാശയുണ്ടാവും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എന്താ ഉറക്കം വരുന്നു. ചിലരൊക്കെ കാരണം എന്റെ 7-8 വർഷമാണ് നഷ്ടമായത്. അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. താങ്ക് യു.